സ്വാതി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഇനി കാത്തിരിക്കുകയാണ്. ഈ ഉയർന്നു വന്ന ക്രമക്കേടുകൾ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദം. ഏകദേശം 65 ലക്ഷത്തോളം മനുഷ്യർ വോട്ടവകാശത്തിൽ നിന്ന് തള്ളപ്പെട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇതിലൊക്കെ എന്തു മറുപടി ഉണ്ടാകും എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണോ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്? മനു, തീർച്ചയായും ഇന്നത്തെ വാർത്താ സമ്മേളനം പ്രധാനമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ SIR പ്രക്രിയയിലെ ക്രമക്കേടുകൾ പുറത്തു വന്നതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളൊക്കെയും തെളിവുകൾ സഹിതം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ പേര് സംബന്ധിച്ച്, കള്ള വോട്ട് ചേർക്കുന്നത് സംബന്ധിച്ചൊക്കെയും വലിയ ആശങ്കകൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ വാർത്താ സമ്മേളനം, ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത് തന്നെയാണ്. ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാനുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. സുപ്രീം കോടതി നിരവധി തവണ താക്കീത് നൽകുന്നു ഇലക്ഷൻ കമ്മീഷന്. ഇലക്ഷൻ കമ്മീഷന്റെ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വാർത്താ സമ്മേളനം നടത്താൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ യോജിപ്പ്. കാരണം കുറേ നാളുകളായി ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. കൃത്യമായ മറുപടികൾ നൽകാതെ ഒഴിഞ്ഞുമാറുന്ന സമീപനമുണ്ട്. SIR പ്രക്രിയയിലൂടെ തന്നെ 65 ലക്ഷം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയുമായി ക്രമക്കേടുകൾ നിലവിലുണ്ട്. ഇതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ ഇന്ന് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ വലിയൊരു റാലി, വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ റാലി കൂടി സംഘടിപ്പിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സഖ്യകക്ഷി പാർട്ടികളുടെയൊക്കെയും നേതാക്കൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. എന്ത് ന്യായീകരണമാണ് ഈ വിഷയങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാനുള്ളത് എന്നുള്ളത് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വൈകിട്ട് 3 മണിക്കാണ് വാർത്താ സമ്മേളനം ചേരുന്നത്. നാഷണൽ മീഡിയ സെന്ററിലായിരിക്കും വാർത്താ സമ്മേളനം തുടങ്ങുക. കൃത്യമായ മറുപടികളൊക്കെയും ഈ വിഷയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് നാം നോക്കിക്കാണുന്നത്. മനു.